പെട്ടെന്നായിരുന്നു മോൾക്ക് പനി വന്നത്. ശരീര താപനിലയിലെ താൽക്കാലിക വർധനവാണ് പനി. ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൽ നിന്നുള്ള മൊത്തത്തിലുള്ള പ്രതികരണത്തിൻ്റെ ഒരു ഭാഗമാണിത്. പനി സാധാരണയായി അണുബാധ മൂലമാണ് ഉണ്ടാകുന്നത്. മിക്ക കുട്ടികൾക്കും മുതിർന്നവർക്കും പനി ഒരു അസുഖകരമായേക്കാം. അപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോയി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഡോക്ടറിൻ്റെ ബിരുദം ഞാൻ ശ്രദ്ധിച്ചു. പീഡിയാട്രീഷ്യൻ ആൻഡ് നിയോണറ്റോളജിസ്റ്റ്. പീഡിയാട്രീഷ്യൻ കേട്ടും കണ്ടും പരിചയമുള്ളതാണ്. പക്ഷേ അതിൻ്റെ അടുത്ത് കണ്ട നിയോണറ്റോളജിസ്റ്റ് എനിക്ക് പരിചയമില്ല. ഓൺ ദ സ്പോട്ടിൽ ഗൂഗിൾ മാമനോട് ചോദിച്ചു. നിയോണറ്റോളജിസ്റ്റ് നവജാത ശിശുക്കളെ, പ്രത്യേകിച്ച് അസുഖമുള്ളവരോ അല്ലെങ്കിൽ മാസം തികയാതെ ജനിച്ചവരോ ആയവരെ പരിപാലിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ ഒരു മെഡിക്കൽ പ്രൊഫഷണലാണ് നിയോണറ്റോളജിസ്റ്റ്. ഒന്നിലധികം ജനനങ്ങൾ പോലുള്ള ചില അപകട ഘടകങ്ങളുള്ള സ്ത്രീകൾക്ക് ഗർഭകാല കൺസൾട്ടേഷനും അവർ നൽകിയേക്കാം. അങ്ങനെ പനിച്ചുകൊണ്ട് പുതിയൊരു പാഠവും പഠിച്ചു.